നമസ്കാരം. ഇന്ത്യ നിരോധിച്ച നോട്ടുകൾ എവിടെ പോയി എന്നത് ഒരു വലിയ ചോദ്യമായിരുന്നു. 2026-ൽ 500 രൂപ, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം ഇപ്പോൾ മുഴുവൻ നിരോധിത നോട്ടുകളും റിസർവ് ബാങ്കിന്റെ പക്കൽ തിരിച്ചെത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ആശങ്ക ഉണർത്തുകയാണ്. ഇനിയും 10,220 കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ റിസർവ് ബാങ്കിലേക്ക് മടങ്ങിയെത്താനുണ്ട്. പക്ഷെ ഇപ്പോൾ അതിന് ഒരു ഉത്തരമായി അനധികൃത നോട്ടുകൾ ശേഖരിക്കുന്ന ഒരു വൻ റാക്കറ്റിനെ പിടികൂടിയിരിക്കുകയാണ്. 4 പേർ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3.5 കോടിയിലധികം നിരോധിച്ച നോട്ടുകളാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. നിരോധിച്ച 500, 1000 രൂപ നോട്ടുകളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. അനധികൃത പണമിടപാട് റാക്കറ്റിൽ ഉൾപ്പെട്ടവരാണ് 4 പേരുമെന്നും ദില്ലി പോലീസ് പറയുന്നുണ്ട്. ഹർഷ്, ടെക് ചന്ദ് താക്കൂർ, ലക്ഷ്യ, വിപിൻ കുമാർ എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ. എന്തിനാണ് ഇവർ നിരോധിച്ച നോട്ടുകൾ ശേഖരിക്കുന്നതെന്ന് ഉത്തരമില്ലാ ചോദ്യമായി അവശേഷിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ബ്ലാക്ക് മാർക്കറ്റിൽ അനധികൃത വ്യാപാരത്തിന് നിരോധിത നോട്ടുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിർത്തി രാജ്യങ്ങളിലേക്കും ഇവ കടത്തുന്നുണ്ട് എന്നാണ് മറ്റൊരു വാദം. എപ്പോഴെങ്കിലും മാറ്റിയെടുക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതി കുറഞ്ഞ വിലയ്ക്ക് ഇവ വാങ്ങി ശേഖരിക്കുന്ന റാക്കറ്റുകൾ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതോ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചില BJP വിരുദ്ധ ലോബികളാണോ ഈ അനധികൃത നോട്ടുകൾ ചില റാക്കറ്റുകളെ ഉപയോഗിച്ച് ശേഖരിക്കുന്നത് എന്നും കരുതപ്പെടുന്നുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ WPIAയിൽ നിന്നുള്ള ഒരു സംഘം നടത്തിയ റെയ്ഡിലാണ് ഷാലിമാർക്ക് ബാഗ് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 4 സമീപത്ത് നിന്ന് ഇവരെ പിടികൂടിയത്. സംഘം ഉപയോഗിച്ച 2 വാഹനങ്ങളും സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. RBIയിൽ നിന്ന് പണം മാറ്റിയെടുത്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കാലാവധി കഴിഞ്ഞ നോട്ടുകൾ കൈവശപ്പെടുത്തിയതെന്നാണ് തട്ടിപ്പ് സംഘം സമ്മതിച്ചിട്ടുള്ളത്. വഞ്ചന, ഗൂഢാലോചന, ബാങ്ക് നോട്ട് നിയമത്തിന്റെ ലംഘനം എന്നീ കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദില്ലി പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അസാധുവാക്കപ്പെട്ട നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇവർക്കറിയാം. ഇങ്ങനെ നിരോധിച്ച നോട്ടുകൾ കൈവശം വയ്ക്കുന്നതിന് ന്യായമായ ഒരു രേഖയോ കാരണമോ വേണം. എന്നാൽ ഇവരുടെ പക്കൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പണം സമ്പാദിക്കാനാണ് അവർ ശ്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലക്നൌവിലും കുറച്ചുനാൾ മുമ്പ് ഇതുപോലെ നിരോധിക്കപ്പെട്ട നോട്ടുകൾ ശേഖരിച്ചിരുന്ന റാക്കറ്റിനെ പിടികൂടിയിരുന്നു. ഏകദേശം 3.85 കോടിയുടെ പഴയ നോട്ടുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. നിരോധിച്ച 500, 1000 രൂപ നോട്ടുകളായിരുന്നു ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. UP പോലീസ് ഇതുമായി ബന്ധപ്പെട്ട 4 പേരെ ആദ്യം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മറ്റ് 4 പേരെ കൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അറസ്റ്റിലായ 8 പേർ 25% കമ്മീഷനിൽ പഴയ നോട്ടുകൾ വലിയ റാക്കറ്റുകൾക്ക് കൈമാറുന്നവരാണ്. കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദത്തിനുള്ള പണം കൈമാറ്റത്തിനും മയക്കുമരുന്ന് കടത്തിനും ഉയർന്ന മൂല്യമുള്ള 500, 1000 രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നു എന്നതിനാലാണ് കേന്ദ്ര സർക്കാർ ഇവ 2016-ൽ നിരോധിച്ചത്. അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘങ്ങൾ വൻതോതിൽ 500 രൂപ, 1000 രൂപ കള്ളനോട്ടുകൾ അച്ചടിച്ചതും പ്രശ്നമായി. അതും നോട്ട് നിരോധിക്കുന്നതിന്റെ ഒരു കാരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.